ശ്രീ പി കെ ഗോപൻ, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. നുണ പറയുന്നവരെ തിരിച്ചറിയണം. നുണ ആരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് പ്രശ്നം. ശ്രീ പി കെ ഗോപൻ. ശ്രീ സിജു, ശ്രീ സേനാപതിക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മള് ഗവൺമെന്റുകളുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ, നടീനടന്മാരുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ, കവിതകളെയും സാഹിത്യത്തെയും വിലയിരുത്തുമ്പോൾ പലപ്പോഴും താരതമ്യം വളരെ പ്രസക്തമായ കാര്യമാണ്. ലോകത്തെ ഏത് സംഭവങ്ങൾക്കും അത് പലപ്പോഴും ബാധകമാകാറുണ്ട്. ഇപ്പോ യുദ്ധം നടക്കുന്നു. ഈ യുദ്ധം നമ്മൾ പലപ്പോഴും താരതമ്യത്തിന് വിധേയമാക്കും. ഓരോ സമീപനം അതുമായി ബന്ധപ്പെട്ട സമീപനം. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട താരതമ്യം ഏതാ? ഉക്രൈൻ റഷ്യ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുമെന്നും പറഞ്ഞ് തുടങ്ങിയ യുദ്ധമാണ്. 4 വർഷമായി, വാർത്തകൾ പോലും വരാത്ത പരുവത്തിലായി. അപ്പോഴാണ് ട്രംപ് പറയുന്നത് 4 ആഴ്ച കൊണ്ട് യുദ്ധം അവസാനിക്കും. ഇത് താരതമ്യമാണ്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും താരതമ്യമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സാറിന്റെ കാലം ഈ 10 വർഷത്തെ LDF-ഉമായിട്ട് താരതമ്യം ചെയ്യുന്ന എന്തിനാ? നിങ്ങളുടെ ഈ മുദ്രാവാക്യമാണ്. നിങ്ങൾ പറയുന്നത് പുതിയ യാത്രയിലൂടെ കേരളത്തെ വീണ്ടെടുക്കാൻ. ഏത് കേരളത്തെയാ? നിങ്ങൾ ഭരിച്ചിരുന്ന കേരളമാണല്ലോ മികച്ചത്. ആ കേരളം എന്താണെന്നാ ഞങ്ങൾ പറയുന്നത്? പവർ കട്ടുള്ള, നാഷണൽ ഹൈവേ ഇല്ലാത്ത, പുസ്തകം കൊടുക്കാത്ത, പാരസെറ്റമോൾ പോലും മരുന്ന് കിട്ടാത്ത സർക്കാർ ആശുപത്രിയിൽ കിട്ടാത്ത, സുനാമി കാലത്ത് ഒരു ആംബുലൻസ് താലൂക്ക് ആശുപത്രി കൊടുക്കാനില്ലാതെ കിടന്നിരുന്ന ആ ഇരുണ്ട കാലം ഉണ്ടല്ലോ. ആ ഇരുണ്ട കാലമാണ് വീണ്ടെടുക്കാൻ നിങ്ങൾ നടക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ മികച്ചമായ ഒരു സംവിധാനം നിങ്ങൾ പറ. അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് 57 മുതലുള്ള ഗവൺമെന്റ് ചർച്ച ചെയ്യാം. ഞങ്ങൾ പറഞ്ഞു നടക്കുന്ന കാര്യം അത്. 57 സർക്കാർ കൊണ്ടുവന്നത്, 69 സർക്കാർ കൊണ്ടുവന്നത്, പിന്നീട് വന്ന LDF ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും എല്ലാം കൊണ്ടുവന്ന കാര്യങ്ങൾ, ഞങ്ങൾ തുടങ്ങി വെച്ച 45 രൂപ പെൻഷൻ ഇന്ന് 2000 രൂപയായി മാറിയത്, ഇങ്ങനെയെല്ലാം നമ്മൾക്ക് ചർച്ച ചെയ്യാവുന്നതിന് ആർക്കാ തടസ്സം? സമയമില്ലാത്തതുകൊണ്ടും നമുക്ക് പത്രത്തിൽ അതിനുവേണ്ടി സ്ഥലമില്ലാത്തത് കൊണ്ടാണ് സാർ ഈ ഉമ്മൻചാണ്ടിയുടെ കാലം മാത്രം കൊടുത്തത്. ഞങ്ങൾ 57 മുതൽ കൊടുക്കണമെന്ന് അങ്ങ് ആവശ്യപ്പെടുകയാണെങ്കിൽ, വാശി പിടിക്കുകയാണെങ്കിൽ നമുക്ക് അത് ആലോചിക്കാം. അല്ലാതെ താരതമ്യം വേണ്ട എന്നുള്ള പ്രശ്നം അവിടെ ഇല്ല. പിന്നെ പിണറായി വിജയൻ മഴുവെറിഞ്ഞ കേരളം. ഈ മഴുവെറിയ എന്ന് പറഞ്ഞാൽ അതൊരു ഐതിഹ്യമാണ്, അതൊരു പ്രതീകാത്മകതയാണ്. പരശുരാമൻ മഴുവെറിഞ്ഞതാണ് കേരളം എന്ന് പോലും നമ്മുടെ ചട്ടമ്പി സ്വാമികൾ ആ സിദ്ധാന്തത്തെ തകർത്ത ആളാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം തന്നെ ഈ പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടാക്കിയ കേരളം എന്ന കോൺസെപ്റ്റിനെ ഇല്ലാതാക്കുന്നതാണ്. മഴുവെറിഞ്ഞുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഐതിഹ്യമുണ്ട്, ഒരു മെസ്സേജും ഉണ്ട്. മഴു എന്ന് പറഞ്ഞാൽ ഇരുമ്പി യുഗത്തിന്റെ പ്രാതിനിധ്യമാണ്. കേരളം കാട് പിടിച്ചു കിടന്ന കാലത്ത് ഇരുമ്പ് കൊണ്ട് കാട് വെട്ടിത്തെളിച്ച് കേരളത്തിൽ ജനവാസയോഗ്യമാക്കുക എന്നൊരാശയം അതിനകത്തുണ്ട്. ഈ ഐതിഹ്യത്തിനും മിത്തിനും പുരാവൃത്തത്തിനും ഒക്കെ അല്പസത്യമുണ്ട്, വലിയ സന്ദേശമുണ്ട്, കുറെ ഭാവനയുണ്ട്. അതുപോലാണത്. ഇവിടെ നിങ്ങൾ പിണറായി വിജയൻ മഴുവെറിഞ്ഞു എന്നുള്ളത് പരിഹാസ്യമായിട്ടാണ് പറയുന്നതെങ്കിലും പിണറായി വിജയൻ മഴുവെറിഞ്ഞത് കൊണ്ട് കാസർഗോഡ് തിരുവനന്തപുരം 6 വരി പാത വന്നു. പിണറായി വിജയൻ മഴുവെറിഞ്ഞത് കൊണ്ട് പവർക്കട്ടില്ലാത്ത കേരളം ഉണ്ടായി. പിണറായി വിജയൻ മഴുവെറിഞ്ഞത് കൊണ്ട് സർക്കാർ സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കൂടുകയും പശ്ചാത്തല സൗകര്യം വികസിക്കുകയും ചെയ്തു. പിണറായി വിജയൻ മഴുവെറിഞ്ഞത് കൊണ്ട് വെക്കേഷൻ സമയത്ത് വീട്ടിൽ പോയി പഠിക്കാൻ അടുത്ത വർഷത്തെ പുസ്തകം കൊടുത്തു തുടങ്ങി. പിണറായി വിജയൻ മഴുവെറിഞ്ഞത് കൊണ്ട് 3 ലക്ഷം ആളുകൾ സർക്കാർ സർവീസിൽ PSC ജോലി കിട്ടി പണിയെടുക്കുന്നു. പിണറായി വിജയൻ മഴുവെറിഞ്ഞത് കൊണ്ട് 62 ലക്ഷം പാവപ്പെട്ടവർ മാസം 2000 രൂപ വാങ്ങിച്ച് അവർ കഞ്ഞി കുടിച്ചും മരുന്ന് കഴിച്ചും കിടക്കുന്നു. ഈ മഴുവെറിയൽ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതല്ലാതെ കേരളം ഏതെങ്കിലും കടലിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു എന്നുള്ള കോൺസെപ്റ്റിൽ നിങ്ങൾ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ അതിന് പെശക് വരുന്നത്. ഇനി EMS-ന്റെ ഭവന പദ്ധതി ഇപ്പൊ ഇല്ല സാർ. MN ലക്ഷം വീടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല സാർ. ഇതെല്ലാം ഒഴിവാക്കിയത് എന്തിനാ? ആധുനിക ജനാധിപത്യ കാലത്തേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മൾ മുമ്പ് ചെയ്തതിൽ തിരുത്തേണ്ടത് തിരുത്തും. ഒരു വ്യക്തിയുടെ പേരിൽ വീട് കൊടുക്കണ്ട. ഒരു സർക്കാർ ഒരു കാര്യം കൊടുക്കുന്നത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഔദാര്യമല്ല, അത് അവകാശമാണ്. നിങ്ങൾ തെലങ്കാന സർക്കാരിനെ തിരുത്തേണ്ടത്, തെലങ്കാന സർക്കാർ വീട് കൊടുക്കുന്നെങ്കിൽ അത് ജനങ്ങളുടെ അവകാശമാണ്. അല്ലാതെ ഇന്ദിരാമ്മയുടെ പേര് വെച്ച് ആ നുകമെടുത്ത് അണിഞ്ഞ് ജീവിക്കേണ്ടവരല്ല തെലങ്കാനയിലെ സർക്കാർ. അല്ലെങ്കിൽ EMS-ന്റെ പേരിൽ ആ നുകമെടുത്ത് അണിഞ്ഞ് ജീവിക്കേണ്ടവരല്ല കേരളത്തിലെ ആളുകൾ. ഈ രാഷ്ട്രീയ ബോധത്തിലേക്ക് ഞങ്ങൾ എത്തി. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങ് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇവിടെ. നിങ്ങളുടെ ഭരണകാലത്ത് ഓർമ്മയുണ്ട്, ആ വാർത്ത എടുത്തു തരാം. നിങ്ങൾ വാശി പിടിക്കുകയാണെങ്കിൽ നാളെ മുതൽ ആ വാർത്ത എടുത്തു തരാം. പലചരക്ക് കടയിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് പോയതിന്റെ കഥ, അതൊക്കെ നമുക്ക് എടുത്തു തരാം. ഇനി ബാറിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു. സർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നാളെ UDF കൺവീനറോട് ഒരു പത്രസമ്മേളനം നടത്താൻ പറയണം, കേരളത്തിലെ മുഴുവൻ ബാറും പൂട്ടിക്കാൻ. പറയൂ അങ്ങ്. LDF കൺവീനർ TP രാമകൃഷ്ണൻ ബാറിലല്ലോ,
എം.ഇ. ഗോവിന്ദ മാഷിന് ബാറിലല്ലോ, ബിനോയ് വിശ്വത്തിന് ബാറിലല്ലോ, CPM നേതാക്കന്മാർക്ക് ബാറിലല്ലോ. ബാറുകളുടെ ഉടമയാണല്ലോ UDF-ന്റെ കൺവീനർ. അങ്ങ് അദ്ദേഹത്തോട് പറ, കേരളത്തിലെ ബാറുകൾ പൂട്ടാൻ. നാളെ രാവിലെ അടൂർ പ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള ബാറുകളെല്ലാം രാവിലെ അടച്ചു പൂട്ടിയിട്ട് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തും. എന്തിനാ സാർ ഇങ്ങനെ പറയുന്നത്? ലോകത്ത് ബാറുകൾ പൂട്ടുക എന്നുള്ളത് ഗുജറാത്തിൽ പുനഃസ്ഥാപിക്കാൻ പോന്നു. ഇപ്പൊ ഗുജറാത്തിൽ ആവശ്യത്തിന് പല ടൂറിസ്റ്റ് സെന്ററിലും ബാർ കൊടുത്തിട്ടുണ്ട്, മദ്യം കൊടുത്തിട്ടുണ്ട്. മദ്യം നിരോധിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നിരോധിക്കാൻ പറ്റിയാൽ അതിനെതിരായിട്ട് വലിയ പ്രത്യാഘാതം ഉണ്ടാവും. അത് കോൺഗ്രസിന് ഒരു പ്രമേയത്തിലൂടെ പാസ്സാക്കാവോ? മതസംഘടനകൾ ആവശ്യപ്പെടുന്നത് പോലെ KPCC-ക്ക് നാളെ പാസ്സാക്കാവോ? UDF-ന് പാസ്സാക്കാവോ? കേരളത്തിലെ ബാറുകൾ പൂട്ടണമെന്ന് നിങ്ങളൊന്ന് പാസ്സാക്കുക. നല്ല കാര്യമാണ്. നിങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്കും പറ്റില്ല. അത് യാഥാർത്ഥ്യബോധമാണ്. നമ്മൾ ബാറ് പൂട്ടിയാൽ, നമ്മൾ മദ്യം നിരോധിച്ചാൽ മദ്യാസക്തിയുള്ള ആളുകൾ മറ്റ് മാർഗങ്ങൾ തേടി പോകും. അതുപോലെ വിദേശ ടൂറിസ്റ്റുകൾ കേരളത്തിൽ വന്ന് അവര് കേരളത്തിലെ ആളുകൾ പലരുമാണ്, എല്ലാരെയും പറയുന്നില്ല, പലരും മദ്യപിക്കുന്നത് പോലെ ഇങ്ങനെ അർമാദിച്ച് മദ്യപിക്കുകയല്ല, മദ്യം ആസ്വദിക്കുന്നവരാണ് അവർ മണിക്കൂറുകൾ എടുത്ത്. അത് വിദേശ ജനജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അമിതമായി മദ്യപിക്കത്തില്ല അവർ, അതൊരു സംസ്കാരമാണ് അവരുടെ. ഇപ്പൊ മദ്യത്തെക്കുറിച്ച് നമ്മൾ ആക്ഷേപിക്കുമ്പോൾ ഇതും കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും അങ്ങ് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം പറഞ്ഞത് പൂർത്തിയാക്കാൻ വേണ്ടിയാ. മറ്റ് സ്റ്റേറ്റുകളിൽ പരസ്യം കൊടുക്കുന്നത് പെശകായിരുന്നുവെങ്കിൽ തെലങ്കാനയുടെ പരസ്യം ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾ അങ്ങയുടെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി ബഹളം ഉണ്ടാക്കിയതുപോലെ ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയല്ലോ. പരസ്യം ആയിക്കോട്ടെ, തെലങ്കാനയിലെ പരസ്യം ഇവിടെ വരട്ടെ, തർക്കം എന്താ? അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. മറ്റുള്ള സ്റ്റേറ്റിൽ പരസ്യം പോട്ടെ. പക്ഷെ തെലങ്കാനയിലെ സർക്കാരിന് പരസ്യം കൊടുക്കാൻ അവകാശമുണ്ട്, കേരളത്തിലെ സർക്കാരിന് പരസ്യം കൊടുക്കാൻ അവകാശം. ഇതാണല്ലോ നിങ്ങളുടെ വാദം. പിന്നെ നിങ്ങളുടെ വാദം എന്താ? താരതമ്യം പാടില്ല. നിങ്ങളുടെ പരസ്യത്തിന്റെ മാതൃക അതുപോലെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സാർ. കനകോലുവിന്റെ അതേ തിയറി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ പുതിയ സർഗാത്മകമായ ആവിഷ്കാരമാണ്. നിങ്ങൾ നോക്കിയേ, മനുഷ്യച്ചങ്ങലക്കെതിരായിട്ട് നിങ്ങൾ ബഹളം ഉണ്ടാക്കി. നിങ്ങൾ മനുഷ്യച്ചങ്ങല ഉണ്ടാക്കിയില്ലേ? ചെറുതായിട്ടെങ്കിലും, വലുതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ബക്കറ്റ് പിരിവിനെതിരായിട്ട് നിങ്ങൾ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി. നിങ്ങൾ ബക്കറ്റ് പിരിവ് അനുവദിച്ചില്ലേ? കേഡർ പാർട്ടി, നിങ്ങളുടെ പഴയ പ്രസിഡന്റ് പറഞ്ഞല്ലോ കോൺഗ്രസിനെ കേഡർ പാർട്ടിയാക്കാൻ പോകുന്നത്. CPM-ഉം ഇടതുപക്ഷവും കേരളത്തിൽ ആധുനിക കാലത്ത് ആവിഷ്കൃതമാകുന്ന കാര്യങ്ങൾ പിന്നീട് നിങ്ങൾ അനുകരിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ കമ്പാരിസണും ആവശ്യമാണ്, സർഗാത്മകമായ ആവിഷ്കാരം പ്രധാനമാണ്. അതാണ് എനിക്ക് പക്ഷേ താങ്കൾ ഈ കാര്യങ്ങൾ ശ്രീ സേനാപതി വേണു തന്നെ പറഞ്ഞ എന്തിന് 10 വർഷമല്ല 50 വർഷത്തെ കാര്യം എടുക്കാമെന്ന്, 57 മുതലുള്ള കാര്യം എടുക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു, PK കോൻ.